സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ചൈനയിലെ ഒരു പുതിയ ഒരു ശ്രദ്ധേയമായ മുന്നേറ്റത്തെക്കുറിച്ചാണ്. അതെ, നമ്മുടെ കയ്യിലുള്ള ഈ റിപ്പോർട്ടുകളും അനാലിസിസും ഒക്കെ നോക്കുമ്പോൾ സാധാരണ സിമന്റ് അത് വെറും കെട്ടിടം പണിയാൻ മാത്രമല്ല വൈദ്യുതി ഉണ്ടാക്കാനും ഉപയോഗിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണല്ലേ? ശരിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം അതാണ്. എങ്ങനെയാണ് ഈ സാധാരണ സിമന്റ് ഒരു ഊർജ്ജ സ്രോതസ്സായി മാറുന്നത് എന്ന ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പം സിമന്റിൽ നിന്ന് വൈദ്യുതി ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പറയുന്നത് സൗത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ ഒരു കണ്ടുപിടുത്തമാണ്. ഒരു പുതിയ തരം സിമന്റ് ഹൈഡ്രോജൽ കോമ്പോസിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതെ, അതിന്റെ പിന്നിലെ ആശയം രസകരമാണ്. ചെടിയുടെ തണ്ടിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടോ എന്നൊക്കെ കേട്ടു. എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്ക്? പറയാം. അതായത് സാധാരണ സിമന്റിലെ അതിന് ചെറിയ തോതിൽ താപത്തെ വൈദ്യുതിയാക്കാൻ ഒരു കഴിവുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഘടന കാരണം അയോണുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. ശരി. അപ്പോ ഈ പുതിയ കോമ്പോസിറ്റില് അവര് സിമന്റ് പാളികൾക്കിടയിൽ പോളിവിനൈൽ ആൽക്കഹോൾ PVA എന്ന് പറയും, അതിന്റെ ഒരു ഹൈഡ്രോജൽ പാളി വെച്ചു. ഹൈഡ്രോജൽ. അതെ, ഇത് ഹൈഡ്രോക്സൈഡ് അയോണുകൾക്ക്, അതായത് OH- അയോണുകൾക്ക് വേഗത്തിൽ പോകാൻ ഒരു ഹൈവേ പോലെ പ്രവർത്തിക്കും. അതേസമയം കുറച്ചുകൂടി വലിയ കാൽഷ്യം അയോണുകൾ Ca2+ അവയൊന്ന് നിയന്ത്രിക്കും. ഓഹോ, അപ്പൊ വേഗതയിൽ ഒരു വ്യത്യാസം വരും. കൃത്യം. ഈ അയോണുകളുടെ ചലനവേഗതയിലുള്ള വ്യത്യാസമില്ലേ, അതാണ് ഈ താപവൈദ്യുത പ്രഭാവം, അതായത് ചൂടിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന കഴിവ് 10 മടങ്ങ് കൂട്ടുന്നത്. അപ്പൊ ഈ കണക്കുകൾ പറയുന്നത് മുൻപത്തെ സിമന്റിനേക്കാൾ 10 മടങ്ങ് ഉയർന്ന സീബെക് ഗുണാകവും 6 മടങ്ങ് മികച്ച ZT മൂല്യമെന്നൊക്കെ. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഒരേ അളവ് ചൂടിൽ നിന്ന് കൂടുതൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. 10 മടങ്ങ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാറ്റമാണ്. പിന്നെ ZT മൂല്യം എന്ന് പറയുന്നത് ഈ ചൂടിനെ കറണ്ടാക്കി മാറ്റുന്ന പ്രോസസ്സിലെ മൊത്തത്തിലുള്ള ഒരു കാര്യക്ഷമതയുടെ അളവാണ്. അതും 6 മടങ്ങ് മെച്ചപ്പെട്ടു. ശരി ശരി. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിയിട്ടും സിമന്റിന്റെ ഉറപ്പ്, അതിന്റെ ബലം, അതിന് വലിയ കുറവൊന്നും വരുന്നില്ല എന്നതാണ്. അത് കൊള്ളാം. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇത് വൈദ്യുതി ഉണ്ടാക്കുക മാത്രമല്ല സ്റ്റോർ ചെയ്യുകയും ചെയ്യും എന്ന പോയിന്റാണ്. അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാവും? അതാണ് ഇതിലെ ഏറ്റവും വിപ്ലവകരമായ കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭാവിയിൽ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ, പാലങ്ങൾ ഇവയൊക്കെ സ്വയം കറണ്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനകത്തുള്ള സെൻസറുകൾക്കോ അല്ലെങ്കിൽ ചെറിയ വയർലെസ് നെറ്റ്വർക്കുകൾക്കോ ഒക്കെ പവർ കൊടുക്കുന്നു. പുറത്തുനിന്ന് വേറെ ബാറ്ററി അല്ലെങ്കിൽ പവർ സപ്ലൈ ഒന്നും വേണ്ടി വരില്ല. ഉദാഹരണത്തിന് ഒരു പാലം അതിന്റെ ബലം സ്വയം നിരീക്ഷിക്കുന്നു, എന്നിട്ട് വിവരം കൈമാറുന്നു, അതും സ്വന്തം പവറിൽ. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഭാവിയിലേക്കാണ് ഈ ഗവേഷണം വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, ഇത് ഒരു ഭാവിയിലെ സാധ്യത. പക്ഷെ ചൈന ഇപ്പൊ തന്നെ വലിയ തോതിൽ വിജയകരമായി ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടല്ലോ. സിമന്റ് ഉണ്ടാക്കുമ്പോൾ പാഴായി പോകുന്ന ചൂട് ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. വേസ്റ്റ് ഹീറ്റ് റിക്കവറി അഥവാ WHR. കൃത്യമാണ്. ആ കാര്യത്തിൽ ചൈന ലോകത്ത് വളരെ മുന്നിലാണ്. ഏതാണ്ട് 730-ലധികം WHR പ്ലാന്റുകൾ അവിടെ സിമന്റ് ഫാക്ടറികളിൽ ഇപ്പോഴുണ്ട്. 730-ലധികമോ? അതെ. സിമന്റ് ഉണ്ടാക്കുന്ന ചൂളയിൽ നിന്നും പിന്നെ ക്ലിങ്കർ എന്ന് പറയുന്ന സാധനം തണുപ്പിക്കുമ്പോഴും പുറത്തുവരുന്ന ഭയങ്കര ചൂടുള്ള ഗ്യാസുകളുണ്ട്. ഏകദേശം 380 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വരും. ഈ ചൂട് വെറുതെ കളയാതെ അത് എടുത്ത് ഉപയോഗിച്ചാണ് ഈ WHR പ്ലാന്റുകൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ശരിക്കും പാഴാകുന്ന ഊർജം വീണ്ടെടുക്കുകയാണ്. ഒരു ടൺ ക്ലിങ്കർ ഉണ്ടാക്കുമ്പോൾ 20-30 കിലോവാട്ട് വൈദ്യുതി വരെ കിട്ടുമെന്നും ഒരു സാധാരണ പ്ലാന്റിന് വർഷം 79 ദശലക്ഷം കിലോവാട്ടിൽ കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമെന്നും പറയുന്നു. ഇത് വലിയ അളവാണല്ലോ. വളരെ വലിയ അളവാണ്. ഇത് ഏകദേശം 10,000 കണക്കിന് വീടുകൾക്ക് ഒരു വർഷം വേണ്ട കറണ്ടിന് തുല്യമാകും. ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളും ശ്രദ്ധേയമാണ്. അതെന്തൊക്കെയാണ്? ഇങ്ങനൊരു പ്ലാന്റ് വെക്കാൻ മുടക്കുന്ന പൈസയല്ലേ, അത് ഏകദേശം 14-16 മാസം കൊണ്ട് തിരികെ കിട്ടുമെന്നാണ് കണക്ക്. അത്രയ്ക്ക് ലാഭകരമാണ്. അത്ര പെട്ടെന്നോ? അതെ. പിന്നെ ഒരു സിമന്റ് പ്ലാന്റിന്റെ മൊത്തം വൈദ്യുതി ഉപയോഗം ഏതാണ്ട് 30% വരെ കുറയ്ക്കാനും ഈ WHR സിസ്റ്റം സഹായിക്കും. അപ്പോ സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ഒരു വലിയ ഭാഗം സ്വയം ഉണ്ടാക്കുന്നു. അതെ, ചിന്തിച്ചു നോക്കൂ.
ഒരു വലിയ സിമന്റ് ഫാക്ടറി അതിന്റെ പ്രവർത്തനത്തിനു വേണ്ട കറന്റിന്റെ ഏതാണ്ട് 1/3 ഇങ്ങനെ സ്വന്തമായി കണ്ടെത്തുന്നു. അതുമാത്രമല്ല, ഇത് പരിസ്ഥിതിക്കും വലിയ ഗുണം ചെയ്യും. അതെങ്ങനെയാണ്? കാരണം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചുള്ള വൈദ്യുതിയെ ആശ്രയിക്കുന്നത് കുറയുമല്ലോ. അപ്പോ കാർബൺ ഡയോക്സൈഡ് CO2 പുറന്തള്ളുന്നത് ഗണ്യമായി കുറയും. ശരിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഈ തെർമോ ഇലക്ട്രിക് സിമെന്റും പിന്നെ ഈ WHR സിസ്റ്റവും. ഇതിന്റെയൊക്കെ ഒരു ആകത്തുക എന്താണ് നമ്മളിവിടെ കാണുന്നത്? നമ്മളിവിടെ കാണുന്നത് 2 തലത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. ഒന്ന്, നിലവിൽ വ്യാവസായികമായി വിജയിച്ച വ്യാപകമായി ഉപയോഗിക്കുന്ന WHR സംവിധാനങ്ങൾ. ഇത് സിമന്റ് നിർമ്മാണത്തെ ഇപ്പോഴേ കൂടുതൽ ഊർജക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമാക്കുന്നു. 2, ഗവേഷണ ഘട്ടത്തിലുള്ള ഈ പുതിയ തെർമോ ഇലക്ട്രിക് സിമന്റ്. ഇത് നമ്മുടെ കെട്ടിടങ്ങളെയും റോഡുകളെയും ഒക്കെ ഭാവിയിൽ സ്വയം ഊർജം കണ്ടെത്തുന്ന ഒന്നാക്കി മാറ്റാൻ സാധ്യത നൽകുന്നു. അതെ, ഇവ രണ്ടും ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന വ്യവസായങ്ങളിൽ ഒന്നായ സിമന്റ് ഇൻഡസ്ട്രിയെ ഒരുപക്ഷെ ഭാവിയിൽ ഒരു ക്ലീൻ എനർജി ഉണ്ടാക്കുന്ന ഇടമായി മാറ്റാൻ വരെ കഴിഞ്ഞേക്കും. ശരിയാണ്. അതൊരു വലിയ മാറ്റം തന്നെ ആവും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ നൽകിയ ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ചൈന സിമന്റ് ടെക്നോളജിയിലെ ഊർജ കാര്യക്ഷമതയ്ക്ക് വേണ്ടി 2 പ്രധാന വഴികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, പാഴാവുന്ന ചൂടിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന WHR. അത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. 2, ചൂടിൽ നിന്ന് നേരിട്ട് കറണ്ട് ഉണ്ടാക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന ഈ പുതിയ സിമന്റ്. അത് ഭാവിയുടെ വാഗ്ദാനം. 2ഉം സുസ്ഥിരമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ചുവടുകളാണ്. തീർച്ചയായും. വെറും കല്ലും സിമന്റും കൊണ്ടുള്ള നിർമ്മിതികളായി ഒതുങ്ങാതെ അവ സ്വയം ഊർജം കണ്ടെത്തുകയും സംഭരിക്കുകയും ചെയ്യുന്നൊരു ലോകം വന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് നമ്മുടെ നഗരങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഒക്കെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക?